ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കറി കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 പട്ട 4 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. കളറൊന്നും ചേഞ്ചായി വരണ്ട, കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല പോലെ തന്നെ കുക്കായി കിട്ടും. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല സ്മെല്ലാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 3/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ മസാലപ്പൊടികളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു തക്കാളി നല്ല പോലെ കുക്കായി കിട്ടണം. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയിൽ ചിക്കൻ നല്ല പോലെ മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ചിക്കൻ നല്ല പോലെ കുക്കായി കിട്ടും. അതാ ഒരു വിസിൽ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അത് നമ്മൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 തണ്ട് കറിവേപ്പ്, അല്പം മല്ലിയില. ഇത്രയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ.